നമസ്കാരം. ദുരന്ത സമയത്ത് കേരളത്തിലേക്ക് സഹായം കേന്ദ്രം നൽകിയെന്ന് അമിത്ഷാ. വയനാടിന് നൽകിയത് 898 കോടിയെന്നാണ് അമിത്ഷായുടെ വിശദീകരണം. പല ഘട്ടങ്ങളിലായി കേന്ദ്രം സംസ്ഥാനത്ത് നൽകിയ സാമ്പത്തിക സഹായത്തിന്റെ കണക്ക് അവതരിപ്പിച്ചാണ് മന്ത്രിയുടെ പ്രതികരണം. ദേശീയ ദുരന്ത നിവാരണ ബില്ലിലെ ചർച്ചയ്ക്കിടെ പാർലമെന്റിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണമുണ്ടായത്. ഇതിൽ രാഷ്ട്രീയമില്ല. കേരളത്തിലെ ജനങ്ങളും ലഡാക്കിലെ ജനങ്ങളും ഇന്ത്യക്കാരാണ്. ഈ സർക്കാരിന് ദുരന്തമുഖത്ത് രാഷ്ട്രീയം കാട്ടേണ്ട ആവശ്യമില്ല. വയനാട് ദുരന്ത സമയത്ത് NDRFൽ നിന്നും 215 കോടി രൂപ അനുവദിച്ചു. വയനാട്ടിലേത് അതിതീവ്ര ദുരന്തമെന്ന് പ്രഖ്യാപിച്ചു. മന്ത്രിതല സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 153 കോടി രൂപ കൂടി നൽകി. ദുരന്ത മേഖലയിലെ അവശിഷ്ടങ്ങൾ മാറ്റാനായി നൽകിയ 36 കോടി രൂപ കേരളം ഇതുവരെ ചെലവഴിച്ചിട്ടില്ലെന്നും അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞു. 2219 കോടി രൂപയുടെ പുനരധിവാസ പാക്കേജ് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 530 കോടി രൂപ നൽകി. തുടർസഹായം മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നൽകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അതേസമയം വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഈ മാസം 27 നടത്താൻ സംസ്ഥാന സർക്കാരിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി അറിയിച്ചിരുന്നു. ഈ മാസം 27 വയനാട് ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ ചടങ്ങ് സർക്കാർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവോടെ തറക്കല്ലിടൽ ചടങ്ങുമായി സർക്കാരിന് മുന്നോട്ടു പോകാൻ സാധിക്കും. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് സർക്കാർ നിശ്ചയിച്ച പ്രതിഫലം കുറഞ്ഞുപോയെന്നാരോപിച്ച് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സർക്കാരിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ ഡിവിഷൻ ബെഞ്ച് നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന എസ്റ്റേറ്റ് ഉടമകളുടെ ആവശ്യം അംഗീകരിച്ചില്ല. 26 കോടി രൂപയാണ് ഏറ്റെടുക്കുന്ന ഭൂമിക്ക് പകരമായി ഉടമകൾക്ക് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നതെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഈ തുക നിശ്ചയിച്ചതിന്റെ മാനദണ്ഡം എന്താണെന്ന് ഏപ്രിൽ 3-നകം അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഇതിനിടെ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ ഹാരിസൺ എസ്റ്റേറ്റ് ഉടമകൾ നൽകിയ ഹർജി കോടതി തീർപ്പാക്കിയിട്ടുണ്ട്. ഇവരുടെ ഭൂമി തൽക്കാലം ഏറ്റെടുക്കുന്നില്ലെന്ന സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം പരിഗണിച്ചാണിത്. അതിനിടയിൽ വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് സംഭാവന നൽകിയത് സംസ്ഥാനത്തെ 10 MPമാർ മാത്രമെന്ന് റിപ്പോർട്ടും പുറത്തുവന്നു. നിയമസഭയിൽ PTI റഹീം ഉന്നയിച്ച ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സംഭാവന നൽകാത്തവരുടെ പട്ടികയിൽ വയനാട് MP പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടുന്നു. കോൺഗ്രസിൽ നിന്നും വടകര MP ഷാഫി പറമ്പിൽ മാത്രമാണ് ഫണ്ട് നൽകിയത്. ഷാഫി പറമ്പിൽ 25 ലക്ഷവും UDF MP-യായ NK പ്രേമചന്ദ്രൻ 10 ലക്ഷം രൂപയും സംഭാവനയെ നൽകി. നോമിനേറ്റഡ് MP-യായ PT ഉഷ 5 ലക്ഷം രൂപ നൽകി. ജോൺ ബ്രിട്ടാസ് 1 കോടി, P സുനീർ, K രാധാകൃഷ്ണൻ, ഡോക്ടർ V ശിവദാസൻ, A റഹീം, ജോസ് K മാണി, സന്തോഷ് കുമാർ P എന്നിവർ 25 ലക്ഷം രൂപ വീതവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവനയെ നൽകിയെന്നാണ് കണക്കുകൾ. എന്തായാലും വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം ലഭിച്ചില്ല എന്ന ആരോപണം ശക്തമായിരിക്കെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വാക്തർക്കങ്ങളൊക്കെ നിലനിൽക്കെയാണ് കേന്ദ്രമന്ത്രി കൂടിയായ അമിത്ഷായുടെ പ്രതികരണം വരുന്നത്. കേരളം ഫണ്ട് വിനിയോഗിച്ചില്ല എന്ന രീതിയിലുള്ള വിമർശനവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല.